എടാ 5.5 ലക്ഷം അപേക്ഷകർ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാരെ എണ്ണമാണ് ഈ പറഞ്ഞത്. 3 സ്റ്റേജസിലായി നടക്കാൻ പോകുന്ന ഈ പരീക്ഷ, അതായത് മെയ് 2, മെയ് 16, ജൂൺ 6 ഈ 3 ഘട്ടങ്ങളിലായി ഏകദേശം ഇത്രയും ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ ചോദ്യം, എത്രയായിരിക്കും കട്ട് ഓഫ്? എത്ര മാർക്ക് ലക്ഷ്യം വെച്ചായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്? പ്രിലിംസിൽ നമുക്ക് സേഫ് ആയി ക്ലിയർ ചെയ്യാനുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ള ചോദ്യം പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതിനോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഷോർട്ട് ആൻസർ ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. പക്ഷെ നിങ്ങൾ ഒരു സീരിയസ് ആസ്പിറന്റ് ആണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ബിക്കോസ് ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഒരു ലോങ് ആൻസർ ഇതിനുശേഷം ഞാൻ പറയുന്നതാണ്. സോ ഷോർട്ട് ആൻസർ പറയുകയാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ, കട്ട് ഓഫ് മാർക്ക് ഏകദേശം ഒരു 50 മാർക്കിനും 60 മാർക്കിനും മധ്യമായിരിക്കും വരിക. എങ്കിൽ അത് നമുക്കൊരു പ്രഡിക്ഷൻ പോലെ പറയാൻ പറ്റില്ല. കാര്യം പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. എന്നാലും ഒരു 50 മാർക്കിനും 60 മാർക്കിനും മധ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിലിംസ് ജയിക്കാൻ വളരെ വലിയ സാധ്യതയാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ ഇനി പഠിക്കണം അല്ലെ? ഹോട്ട് ടോപ്പിക്സ് മുൻനിർത്തി തന്നെ പഠിക്കുക. നമ്മുടെ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ 2026 ഡിഗ്രി പ്രിലിംസ് എന്നുള്ള പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സാം 1ാം ഘട്ടത്തിൽ തന്നെ ആയിരിക്കും, മെയ് 2 തന്നെയാണ് എന്ന് വിശ്വസിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതല്ല, എന്റെ എക്സാമിന് ജൂണിലൊക്കെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റഡീസ് കോഞ്ഞാട്ടയാവും. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. ബിക്കോസ് നമുക്കിനി ഫുൾ സിലബസ് കവർ ചെയ്ത് തീർക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ ടെക്നിക്സ് പരമാവധി യൂസ് ചെയ്യുക. അതിനോടൊപ്പം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, കുറച്ച് സമയം പഠിച്ച് കൂടുതൽ മാർക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഒരു ജേർണിയിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് റാങ്ക് ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. സീരീസിൽ കൂടെയും ക്രാഷ് കോഴ്സിൽ കൂടെയും സിലബസ് സമഗ്രമായി കവർ ചെയ്യുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ഹോട്ട് ടോപ്പിക്സ് വെടിപ്പായിട്ട് പഠിപ്പിക്കും. തീവ്രമായ റിവിഷൻ ക്ലാസ്സുകളിൽ കൂടെ പഠിച്ചതൊക്കെ മനസ്സിൽ പതിപ്പിക്കും. മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി പഴുതടച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ ഈ ബാച്ച് ഇട്ടിട്ടുള്ളത്. സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഇൻഫർമേഷനും ഡെമോ ക്ലാസ്സും കിട്ടും. ഡെമോ ക്ലാസ്സിൽ മുഴുവൻ കാണുക. നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും പ്രിലിംസിന് ധാരാളം മാർക്ക് കിട്ടാനും ആ ഡെമോ ക്ലാസ് മാത്രം കണ്ടാലും മതിയാവും. അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ചോദ്യത്തിന്റെ ലോങ് വെർഷനിലേക്ക് കിടക്കുന്നത്. നിങ്ങൾ സീരിയസ് ആയ ഒരു ആസ്പിറന്റ് ആണെങ്കിൽ, നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ വേണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. 5.5 ലക്ഷം വലിയൊരു സംഖ്യയാണതല്ലേ? അത്രയും ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് മത്സരിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ബിക്കോസ് കഴിഞ്ഞ വർഷത്തേക്ക് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഈ വർഷം എന്തായാലും ഒരു 50,000 ആൾക്കാർ പ്രിലിംസ് പരീക്ഷ പാസ്സാവും. കാര്യം പല പരീക്ഷകൾ വരുന്നുണ്ടല്ലോ. സീരിയസ് ആയിട്ട് ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും പാസ്സാവും. ബിക്കോസ് 5.5 ലക്ഷം പേരുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാർ, ഏകദേശം 60,000 70,000 ആൾക്കാർ മാത്രമാണ് പഠിക്കുകയും റിവിഷൻ നടത്തുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് കൃത്യമായ സീരിയസ് ആയ രീതിയിൽ പഠനത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ 5.5 ലക്ഷം പേരും നിങ്ങളുടെ കോമ്പറ്റീഷൻ അല്ല. സോ റിയൽ കോമ്പറ്റീഷൻ ഈ പറയുന്ന പോലെ ഒരു 60,000 70,000 ആൾക്കാർക്കിടയിൽ മാത്രമേ ഉള്ളൂ. അവരായിരിക്കും കട്ട് ഓഫ് പുഷ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ കോമ്പറ്റീഷൻ അതുമല്ല. നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഇപ്പൊ നേരെ പോയി 50,000 60,000 ആൾക്കാരുടെ കൂടെ മത്സരിച്ച് കളയാമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസിനെയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഇത് മോശമായിട്ട് ബാധിക്കും. നിങ്ങൾ ഒറ്റക്കാര്യം ചെയ്താൽ നിങ്ങൾ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുക. ഇന്നലെ നിങ്ങൾ എന്ത് പഠിച്ചോ അതിനേക്കാൾ 1-2 പോയിന്റ് ഇന്ന് എക്സ്ട്രാ പഠിക്കുക. നിങ്ങൾ എപ്പോഴും കോമ്പീറ്റ് ചെയ്യേണ്ടതും തോൽപ്പിക്കേണ്ടതും നിങ്ങളുടെ ഇന്നലത്തെ വെർഷനെയാണ്. ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നിലെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷനിൽ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. എഗെയിൻ ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്. ചില ദിവസങ്ങൾ നമുക്ക് മോശമായിരിക്കാം. അതുകൊണ്ട് തന്നെ 365 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 30 ദിവസം ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇടയ്ക്ക് 1-2 ദിവസങ്ങൾ കുറച്ച് മോശം ദിവസങ്ങളായാലും നിങ്ങൾ അത് കാര്യമാക്കേണ്ട. നിങ്ങൾ സ്റ്റിൽ യു ആർ ഫാർ എഹെഡ് ദ കോമ്പറ്റീഷൻ. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രിലിംസ് റാങ്ക് ബൂസ്റ്റർ ബാച്ച് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതാണ് നിങ്ങളെ ആ ഒരു ടോപ്പ് കോമ്പറ്റീറ്റീവ് പൊസിഷനിലേക്ക് എത്തിക്കുക. മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വളർത്തുക. ധാരാളം ഫ്രീ കണ്ടന്റ് നമ്മുടെ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. പഠിച്ചത് റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തുന്നത് പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഇത് മോക്ക് ടെസ്റ്റും ലക്ഷ്യം വെക്കുന്നത് ആ ഒരു പ്രാക്ടീസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഫ്രീ ആണ്, നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണെങ്കിൽ വിശാലമായ PDF ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വഴി കിട്ടും. അതിൽ നിന്ന് തന്നെ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വരും, ഞാൻ ഉറപ്പ് തരുവാണ്. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കുറച്ച് പേടിച്ചും ഭയന്നുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാര്യം എക്സാം ഡേറ്റ് ഒക്കെ വന്നല്ലോ. ആക്ച്വലി പേടിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെയല്ല യഥാർത്ഥ PSC കുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ കാണുന്നത് ഒന്നുമല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയി പഠിക്കുന്ന, അച്ചടക്കത്തോടുകൂടി ചിട്ടയായി ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് പഠിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ PSC. അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലിയിലേക്ക് എത്തിയിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിലെ ഉത്തരങ്ങൾ ഭയങ്കരമായിട്ട് വിളിച്ച് പറയുന്ന ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അയാൾ 1-2 സബ്ജക്ട് ആയിരിക്കും എക്സ്പെർട്ട് ആയിട്ടുള്ളത്. ആ ഒരു ഷൈനിങ് ആയിരിക്കും അവിടെ കാണിക്കുക. റിയൽ എക്സാം ഹോളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് ആ വ്യക്തിയെക്കാളും അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായി നമ്മളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ ഈ ഒരു പൊസിഷനിൽ വർഷങ്ങൾക്കും ഇരുന്നിട്ടുണ്ട്. പേടിച്ച് ഭയന്ന് പരീക്ഷയെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എനർജി ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ അടക്കമുള്ള എല്ലാ ആസ്പിറൻസിന്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഹൃദയം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്വപ്നം കൊണ്ടങ്ങ് നിറയ്ക്കുക. ഒരു ഗവൺമെന്റ് ഉദ്യോഗം, നമ്മുടെ സ്വപ്ന ജോലി, ഒരു ലൈഫ് ലോങ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പദവി, ഇത്തരം സ്വപ്നങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അങ്ങോട്ട് നിറയ്ക്കുക. ആ നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ പിന്നെ ഭയത്തിനോ ആങ്സൈറ്റിക്കോ ഒന്നും സ്പേസ് കാണില്ല. അതെല്ലാം പുറത്ത് പൊക്കോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. സോ തീവ്രമായ പാഷൻ, തീവ്രമായ ആഗ്രഹം, അതാണ് നിങ്ങളെ ഫ്യൂൽ ചെയ്യുന്നതെങ്കിൽ ഈ പ്രിലിംസ് പരീക്ഷയല്ല മെയിൻസോ ഇന്റർവ്യൂ എല്ലാം നിങ്ങൾക്ക്
അടിച്ചെടുക്കാൻ പറ്റും. സോ ഇത് വെറും ഒരു പരീക്ഷയല്ല, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതുപോലൊരു അവസരം അടുത്ത കാലത്ത് വരാൻ പോകുന്നില്ല. ധാരാളം എക്സാംസ് വരുന്നത് കൊണ്ട് തന്നെ പ്രിലിംസ്, ചരിത്രപരമായിട്ടുള്ള ആൾക്കാരെ പ്രിലിംസ് പാസ്സാവും. കഴിഞ്ഞ വർഷം തന്നെ 10-30,000 ആൾക്കാർ പാസ്സായല്ലോ. ഈ വർഷം അതിനേക്കാളും ആൾക്കാർ പാസ്സാവും. ഒരു അത്ര വേക്കൻസി ഉണ്ട്, അത്രയും അധികം എക്സാംസ് വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ അല്ല, നിങ്ങളുടെ സെൽഫ് ഡൗട്ട്. എന്നെ കൊണ്ട് ഒക്കുവടി, എന്നെ കൊണ്ട് ഒക്കുവടി എന്നൊക്കെ ചോദിക്കുന്ന ഒരു സെൽഫ് ഡൗട്ട് ആണ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. അതുകൊണ്ട് കട്ട് ഓഫിനെ പേടിക്കേണ്ട, നിങ്ങളെ മറ്റുള്ളവരാണ് പേടിക്കേണ്ട. ഒരു യോദ്ധാവിനെ പോലെ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളായിരിക്കണം കട്ട് ഓഫ് പുഷ് ചെയ്യുന്ന വ്യക്തി. കട്ട് ഓഫിനെ പറ്റി ആലോചിച്ച് ബേജാറാവുന്ന വ്യക്തി അല്ല നിങ്ങളാണ് കട്ട് ഓഫ് പുഷ് ചെയ്യാൻ പോകുന്ന വ്യക്തി. ആ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ, ഈ പ്രിലിംസ് പാസ്സാവുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. ഈ പരീക്ഷ നമുക്ക് നേടിയെടുക്കണം. പുഷ് ദ കോമ്പറ്റീഷൻ.